രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജി വിഷയത്തിൽ ഒത്തുകളിച്ച് സിപിഎമ്മും കോൺഗ്രസും. സിപിഎമ്മിന്റെ മൗനത്തിൽ രാഹുലിനെ മണ്ഡലത്തിലെത്തിച്ച് പ്രവർത്തനം സജീവമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബി.ജെ.പി. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സിപിഎമ്മിന്റെ മൗനം, ആ മൗനത്തിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. കാരണം കോൺഗ്രസിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ പോലും സിപിഎം നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഇടയിൽ പോലും ഈ ലൈംഗിക ആരോപണ വിധേയർ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇത് കൃത്യമായി മുതലെടുക്കാനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്, അല്ലേ? കെ.പി. തുടക്കത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സിപിഎം നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങളൊക്കെ ഉയർന്നെങ്കിൽ പിന്നീടത് എങ്ങും എത്താതെ പോകുന്ന അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സിപിഎമ്മിൻ്റെ പ്രതിഷേധങ്ങൾ ഏകദേശം അവസാനിച്ച മട്ടാണ്. അതായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയങ്ങൾ, മെസ്സേജ് ചാറ്റുകളടക്കം പുറത്തു വരികയും ഈ വിഷയങ്ങൾ സിപിഎം ഉന്നയിച്ചപ്പോൾ തിരിച്ച് കോൺഗ്രസ് നേതാക്കൾ സിപിഎമ്മിനുള്ളിലുള്ള, അതായത് എംഎൽഎമാർ അടക്കമുള്ള മുകേഷ് അടക്കമുള്ളവർ ഇത്തരം എംഎൽഎമാരും അതോടൊപ്പം തന്നെ ഉന്നത നേതാക്കൾക്ക് എതിരെ ഉണ്ടായിട്ടുള്ള സ്ത്രീ വിഷയങ്ങളിൽ ലൈംഗികാരോപണങ്ങളുമെല്ലാം തിരിച്ച് ആരോപിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് സിപിഎം പ്രതിരോധത്തിലായി. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു സംയമനത്തിൻ്റെ രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്ക് നീങ്ങാമെന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് സിപിഎം എത്തുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് എത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സിപിഎം കോൺഗ്രസ് ഒത്തുകളി ഇതിലൂടെ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച മട്ടാണ്. അങ്ങനൊരു നിലയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം നീങ്ങുന്നത്. അതേസമയം ഇതിനെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ബി.ജെ.പി. ആണ്. അത് തുടക്കം മുതൽ തന്നെ ഇപ്പോഴും ഏത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് തുടരുന്നൊരു സാഹചര്യമാണ് ബി.ജെ.പി. സ്വീകരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു, സമരങ്ങളുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കടക്കം യുവമോർച്ച പലതവണ മാർച്ചുകൾ നടത്തി. അതോടൊപ്പം തന്നെ എം.എൽ.എ. ഓഫീസിലടക്കം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം.എൽ.എ. ഓഫീസിലടക്കം ബി.ജെ.പിയും യുവമോർച്ച പ്രവർത്തകരും എ.ബി.പി. എല്ലാം പ്രതിഷേധങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും പാലക്കാടിൽ ബി.ജെ.പി. ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും രാഹുലിനെ പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. പറയുന്നത്. ശക്തമായ പ്രതിഷേധവും ശക്തമായ പോരാട്ടവും ഈ വിഷയത്തിൽ ബി.ജെ.പി. നടത്തുമ്പോൾ സിപിഎം ഒത്തുകളിക്കുന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കെ.പി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.